പ്രിയ, ഉക്രൈൻ റഷ്യയുടെ ചിറകരിഞ്ഞിരിക്കുകയാണ്. റഷ്യ എന്ന് പറയുന്ന ഒരു വമ്പൻ ശക്തിയാണെന്ന് നമുക്കറിയാം. പക്ഷെ 1.5 വർഷത്തെ നീണ്ട പ്രയത്നത്തിലൂടെയാണ് ഉക്രൈൻ റഷ്യക്ക് തിരിച്ചു കയറാൻ ഒരുപാട് കാലം എടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു അടി കൊടുത്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കും റഷ്യയുടെ മറുപടി ഇതിന്? ആ മറുപടിയിലേക്ക് കടക്കും മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ യുദ്ധം തുടങ്ങിയത് 2022 ഫെബ്രുവരിയിലാണ്. 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധം 90 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ച് ഉക്രൈനെ റഷ്യയുടെ ഭാഗമാക്കുക എന്നുള്ള തന്ത്രമാണ് പയറ്റാൻ റഷ്യ പരിപാടിയിട്ടത്. പക്ഷേ ആ യുദ്ധം ഇന്ന് എത്തി നിൽക്കുന്നത് ഏതാണ്ട് 3.5 വർഷത്തോട് 2 മാസം കഴിഞ്ഞാൽ 3.5 വർഷത്തിലേക്ക് അടുക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു അനിശ്ചിതമായ യുദ്ധം, അസർബൈജാനും അർമേനിയയും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധം വളരെ ഷോർട്ട് ടേം ആയിരുന്നു, പെട്ടെന്ന് അവസാനിച്ചു. ക്രിമിയ പിടിച്ചെടുത്തത് വളരെ ഷോർട്ട് ടേം ആയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം ഈ അടുത്ത ഇടയ്ക്ക് നടന്ന യുദ്ധവും പെട്ടെന്ന് തീർന്നു, ദിവസങ്ങൾക്കുള്ളിൽ അവസാനിച്ചു. ഒരു ദീർഘമായ യുദ്ധത്തിലേക്ക് പല ലോകരാജ്യങ്ങളും കടക്കുന്നില്ല. ആകപ്പാടെ പോകുന്നത് ഗാസയിലെ യുദ്ധമാണ്. ആ യുദ്ധം എന്നാൽ വിജയത്തിലേക്കാണ് ഇസ്രായേൽ ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു യുദ്ധത്തിന് അവസാനം ഉണ്ടാകുന്നു. സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഏതാണ്ട് സമാപിച്ചിരിക്കുന്നു, മറ്റൊരു സർക്കാർ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്നു. നമുക്ക് അതും കഴിഞ്ഞ് വെസ്റ്റ് ഏഷ്യയിലേക്ക് കൂടുതൽ പോവുകയാണെങ്കിലോ ഹൂതികളുടെ പ്രശ്നമാണ്. അവിടെയും യുദ്ധം നടക്കുന്നുണ്ട്. ഏതാണ്ട് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന കൃത്യമായ കാൽക്കുലേഷൻ അമേരിക്കയുടെ കയ്യിലുമുണ്ട്. ഇനി നേരെ നമ്മൾ തിരിച്ച് ഉക്രൈനിലേക്കും റഷ്യയിലേക്കും എത്തുന്നു. എന്താണ് അവസ്ഥ? യുദ്ധം എന്ന് അവസാനിക്കും അറിയില്ല. യുദ്ധം എങ്ങനെ മുന്നോട്ട് പോകും അറിയില്ല. ആർക്ക് നഷ്ടമുണ്ടാകുന്നു അറിയില്ല. ഇനി നഷ്ടമുണ്ടാകുന്നതിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ അപ്പാടെ തകർന്ന ഉക്രൈനും വലിയ നാശനഷ്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന റഷ്യയുമാണ് കാണുന്നത്. എന്നാൽ റഷ്യയിലേക്ക് സൈനികരെ അയച്ചുകൊണ്ട് തങ്ങളുടെ ഈ അവസരം പ്രയോജനപ്പെടുത്തി തങ്ങളുടെ സൈനികർക്കൊരു പ്രാക്ടിക്കൽ ഒരു പരിശീലനം കൊടുക്കാം എന്നുള്ള നിലയ്ക്ക് അതിനെ ഉത്തരവുറയെ കാണുന്നു. ചൈന ഇതുവരെ ഇടപെട്ടിട്ടില്ല. ചൈന ആയുധ സഹായം ചെയ്യേണ്ട ഒരു ഘട്ടം വന്നിട്ടില്ല. എന്നാൽ സൈനികരെ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ചൈന എത്തിയിട്ടില്ല. ചൈന ഇടപെട്ട് കഴിഞ്ഞാൽ ആ മേഖലയിലെ സംഘർഷം അതീവ ഗുരുതരമായിട്ട് മാറും. എങ്കിൽ അമേരിക്കയ്ക്ക് നേരിട്ടിറങ്ങാൻ ഒരു കാരണമായി. ഇതാ ചൈന ഇടപെട്ടിരിക്കുന്നു, ഞങ്ങൾ ഇറങ്ങും. പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. 3.5 വർഷമായി അനിശ്ചിതമായി തുടർന്നു പോകുന്ന യുദ്ധത്തിൽ ഒരു വലിയ വഴിത്തിരിവിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഉക്രൈൻ. അത് ഉക്രൈൻ്റെ നാശത്തിലേക്കാകാം ഒരു പക്ഷേ, ഇല്ലെങ്കിൽ ഒരു സമാധാന ഉടമ്പടിയിലേക്കാകാം, ഇല്ലെങ്കിൽ റഷ്യ കനത്ത പ്രഹരമേൽപ്പിച്ച് ഈ മേഖലയെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്ന അവസ്ഥയിലേക്കും പോകാം. ഇതിൽ ആദ്യത്തെ ഘട്ടം നമുക്കൊന്ന് പരിശോധിക്കാം. ഉക്രൈൻ റഷ്യയ്ക്ക് മേൽ മാരകമായ ആക്രമണം നടത്തി. ചരക്ക് വാഹനങ്ങളിൽ ധന്യ പറഞ്ഞതുപോലെ ചിറകരിയുന്ന ആക്രമണമാണ്. നേരെ വാഹനങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. 2000 മുതൽ 4000 വരെ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഉൾപ്രദേശങ്ങളിലേക്ക് ട്രക്കുകൾ ചെല്ലുന്നു, അതിൻ്റെ മൂടികൾ തുറക്കുന്നു. ചാവേർ വ്യോമ ആക്രമണം, അതായത് ചാവേർ ഡ്രോണുകൾ, FPV ഡ്രോണുകൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങളെല്ലാം ലക്ഷ്യമാക്കി പറക്കുന്നു. $200 കോടി നഷ്ടം റഷ്യക്കുണ്ടായി എന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. വലിയ തോതിലുള്ള യുദ്ധവിമാനങ്ങൾ, ഈ പറയുന്ന സൈനിക ചരക്ക് നീക്കത്തിനുള്ള വിമാനങ്ങൾ, ഇവയെല്ലാം തകർക്കപ്പെട്ടു. അങ്ങനെ വലിയ തോതിൽ റഷ്യക്ക് നഷ്ടം വരുന്ന രീതിയിലേക്ക് ഉക്രൈൻ ആക്രമിക്കാൻ കഴിയും. അതിനെ റഷ്യൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് പേൾ ഹാർബർ ഓഫ് റഷ്യ എന്നാണ്. റഷ്യയുടെ പേൾ ഹാർബറാണ് തകർക്കപ്പെട്ടത് എന്നുള്ളതാണ്. പേൾ ഹാർബർ ആക്രമണത്തിന് തുല്യമാണത്. പേൾ ഹാർബർ എന്തായിരുന്നു? ജപ്പാന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആക്രമണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആക്രമണമാണ് പേൾ ഹാർബർ. ഹവായ് ദ്വീപ സമൂഹത്തിലുള്ള പേൾ ഹാർബർ എന്ന് പറയുന്ന നേവൽ ബേസ് ആയിട്ടുള്ള അമേരിക്കയുടെ ഏറ്റവും ശക്തമായ താവളം അടിച്ച് തകർത്ത് 100 കണക്കിന് വിമാനങ്ങൾ വന്ന് അടിച്ച് തകർത്തിട്ട് പോയതാണ് ജപ്പാന്റെ. അതിൻ്റെ പ്രതികാരമായിട്ട് എന്താ അമേരിക്ക ചെയ്തത്? അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 അണുബോംബുകൾ ഇട്ടു. ആ അണുബോംബുകൾ ഇട്ടതോടുകൂടി ഏതാണ്ട് 2 ലക്ഷത്തിലേറെ ആൾക്കാരാണ് ഒറ്റയടിക്ക് മരിച്ചത്. അങ്ങനെ വലിയ രീതിയിൽ മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്രയും ആൾക്കാർ മരിക്കുന്നത്. അത്ര ഭീകരമായ അതിഭീതിതമായ ഒരു ആക്രമണം ആണ് പേൾ ഹാർബറിന് പകരമായി അമേരിക്ക ജപ്പാന് കൊടുത്തത്. അപ്പോൾ ഉക്രൈന് മേൽ പേൾ ഹാർബർ എന്ന് പറയുന്ന, നിലവിൽ പേൾ ഹാർബർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ ആക്രമണത്തിൻ്റെ തിരിച്ചടി എങ്ങനെയാണ്? അവിടെ ആറ്റം ബോംബായിരുന്നെങ്കിൽ ഇവിടെ ആറ്റം ബോംബിൻ്റെ ആവശ്യമില്ല. ജപ്പാനിലും അമേരിക്ക ഇട്ട ആറ്റം ബോംബിൻ്റെ അതിനേക്കാൾ അപകടം ചെയ്യുന്ന മറ്റ് മിസൈലുകൾ ഇന്ന് റഷ്യയുടെ കയ്യിലുണ്ട്. ആ മിസൈലുകൾ, ആണവായുധം വേണ്ട, മറ്റ് ആയുധങ്ങൾ പ്രയോഗിച്ചാൽ തന്നെ ഉക്രൈൻ എന്ന് പറയുന്ന ഇപ്പോൾ സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുന്ന
കെട്ടിടങ്ങളെല്ലാം തന്നെ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലിരിക്കുന്ന ഉക്രൈൻ പൊടി പോലും ബാക്കി കാണില്ല. സെലൻസ്കിയുടെ കൊട്ടാരം മാത്രമാണെന്ന് തോന്നുന്നു നിലവിൽ അവിടെ സമ്പൂർണ്ണമായി തകരാത്തതായിട്ടുള്ളത്. അതിനും ഈ പറയുന്ന ക്ഷതങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് നടത്തി സെലൻസ്കിയെ വകവരുത്തി പോകാനായിട്ട് റഷ്യക്ക് കഴിയും. റഷ്യക്ക് ഇന്നും അതിനുള്ള സൈനിക ശേഷിയുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് അതിന് മടിക്കുന്നത് എന്ന് പറഞ്ഞാൽ 32ഓളം വരുന്ന നാറ്റോ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി നിലനിൽക്കുന്ന ഉക്രൈന് മേൽ ഒരു കടുത്ത ആക്രമണം അല്ലെങ്കിൽ ഒരു മിന്നൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളെ കൂടുതൽ, ഇപ്പോൾ സെലൻസ്കി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നാറ്റോ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. കൃത്യമായി അവിടെ ഇടപെടും. ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ അമേരിക്കയും റഷ്യയുമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനത്തിലേക്ക് പോയാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായിട്ടുള്ള കാര്യം. അങ്ങനെയൊക്കെ പോകാതിരിക്കണമെങ്കിൽ ഇതിനകത്തൊരു ഉടമ്പടി കൊണ്ടുവന്ന് സമാധാന ചർച്ചയിലേക്ക് പോകണം. ആ സമാധാന ചർച്ചയിലേക്കുള്ള ആദ്യ പടി ഇതിന് മുൻപെടുത്തിരുന്നു. ആ സമയത്ത് റഷ്യ കനത്ത ആക്രമണം ഉക്രൈനിൽ നടത്തി. പുടിൻ സെലൻസ്കിയെ തുർക്കിയിൽ വെച്ച് കാണുമെന്നുള്ള ഒരു എല്ലാ സൂചനകളും ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. പക്ഷേ ഇപ്പോൾ പുതിയ ഒരു വഴിത്തിരി ഉണ്ടായിരിക്കുന്നത് ഈ 3 വർഷത്തിലേറെ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സമാധാന കരാറിനുള്ള രൂപരേഖ, അതായത് കരട് രേഖ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറി എന്നുള്ളതാണ്. അതിൽ റഷ്യ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലുഹാൻസ്ക്, ഡോണറ്റ്സ്ക്, സാപ്പൊറീഷ്യ, കേഴ്സൺ എന്നിവിടങ്ങളിൽ നിന്ന് യുക്രൈൻ പൂർണ്ണമായും പിന്മാറണം. പിന്മാറ്റം 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. സമയബന്ധിതമായി ഇത് നടപ്പിലാക്കിയാൽ ആക്രമണം നിർത്താമെന്ന് റഷ്യ വ്യക്തമാക്കുന്നു. വിദേശ സൈനിക സഹായം, സൈനിക നീക്കവും ഉക്രൈൻ മരവിപ്പിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുന്നു. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ നിരോധനം, ഉപരോധം തുടങ്ങിയവ പിൻവലിക്കണം. യുദ്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായ നാശനഷ്ടങ്ങളുടെ അവകാശവാദങ്ങൾ എഴുതി തള്ളണം. നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് റഷ്യ മുന്നോട്ട്. ഒരു സോഫ്റ്റ് പൊസിഷനാണ് എടുക്കുന്നതെങ്കിലും ഈ പ്രദേശങ്ങൾ, ഈ പറയുന്ന മേൽപ്പറഞ്ഞ പ്രദേശങ്ങൾ വിട്ട് കിട്ടണം, തങ്ങൾക്ക് വിടണം, അത് റഷ്യയുടെ കൈവശം തന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ്റെ ഒരു മേഖല, വലിയ ഒരു മേഖല തന്നെ റഷ്യയുടെ കയ്യിൽ ഒരു ബഫർ സോണായിരിക്കും. പണ്ടെങ്ങനെയാണോ ക്രിമിയ പിടിച്ചത് റഫറൻഡത്തിൽ കൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് അത്തരത്തിലൊരു നീക്കം നടത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യയുടെ കൈവശമുള്ള ഉക്രൈൻ്റെ പ്രദേശങ്ങൾ ഉക്രൈന് വേണമെന്നുള്ളതാണ്. അത് ഇതിൻ്റെയൊക്കെ തുടക്കം നമുക്കറിയാമല്ലോ. ഈ പറയുന്ന നാറ്റോ മെമ്പർഷിപ്പാണ്. ഉക്രൈൻ്റെ നാറ്റോ മെമ്പർഷിപ്പിൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം. നാറ്റോയിലേക്ക് അംഗമാകാൻ ഉക്രൈൻ തയ്യാറെടുത്തപ്പോൾ തങ്ങളുടെ തൊട്ടടുത്തൊരു നാറ്റോ കക്ഷി വേണ്ട എന്നുള്ളതായിരുന്നു ഈ പറയുന്ന റഷ്യയുടെ നിലപാട്. അങ്ങനെ വന്നപ്പോൾ തുടങ്ങിയ യുദ്ധമാണ് ഇപ്പോൾ നിലവിൽ ഈ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിൻ്റെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ആവശ്യം എന്നുള്ളതാണ് ആ ഉക്രൈനെ തിരിച്ച് റഷ്യയുടെ ഭാഗമാക്കുക, സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാക്കുക എന്നുള്ള നിലപാടിലാണ് റഷ്യയെങ്കിൽ 30 ദിവസമെങ്കിലും പൂർണ്ണവും നിരപാധികവുമായിട്ടുള്ള വെടിനിർത്തലാണ് ഇവിടെ ഉക്രൈൻ ആവശ്യപ്പെടുന്നത്. ഈ പറയുന്ന പിടികൂടിയ കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഇരു രാജ്യങ്ങളെ യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറണമെന്നുള്ളൊക്കെയുള്ള ഡിമാൻഡും നിരുപാധികമായ വെടിനിർത്തലും വേണമെന്നാണ് ഉക്രൈൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പോക്ക് ഒരു സമാധാനത്തിലേക്കാണെങ്കിൽ അത് അത്രയും നല്ലത്. പക്ഷേ അതിനിടയ്ക്ക് തനിക്ക് കിട്ടിയ അടിക്കുള്ള കടം റഷ്യ വീട്ടുമോ എന്നുള്ളതും വലിയൊരു പ്രതിസന്ധിക്ക് ഇടയാക്കുന്ന ഒരു ആശങ്കയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.